ആ ഒരാൾ ഉത്തരം പറഞ്ഞു. ഞാൻ ഒന്നും കൂടി പറയാട്ടെ റെക്കോർഡ് ചെയ്യാൻ വേണ്ടിയിട്ട്. നോക്കുക, നമ്മുടെ പാഠത്തിന്റെ പേര് കെമിക്കൽ ചേഞ്ചസ് എന്നാണ്. അപ്പൊ നേരിട്ട് കെമിക്കൽ ചേഞ്ചസിലേക്ക് കിടക്കുന്നതിന് മുൻപ് ഞാൻ ഒരു കാര്യം പറഞ്ഞിട്ടാണ് തുടങ്ങുക. മെഴുകുതിരി നമ്മൾ കത്തിക്കുന്നു. മെഴുക് തിരി കത്തുമ്പോൾ അതിന്റെ തിരി ഇങ്ങനെ കത്തുന്നതിന്റെ ഒപ്പം മെഴുക് ഇങ്ങനെ ഉരുകി 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 വെള്ളം പോലെ ആവും അല്ലേ? മെഴുകിന്റെ കടക്കിൽ ഇങ്ങനെ ഉരുകി ഇങ്ങനെ വെള്ളം പോലെ നിൽക്കും. ഈ മെഴുക് ഇങ്ങനെ വെള്ളമായി നിൽക്കുന്ന സമയത്ത് പെട്ടെന്ന് നമ്മൾ ഈ മെഴുക് തിരി ഊതി എടുത്തി കുറച്ചു നേരം കഴിഞ്ഞാൽ അത് കട്ടയാവും. അങ്ങനെ കട്ടയായി കിട്ടുന്ന സാധനത്തിനെ എന്തെന്ന് പറയുന്ന പറഞ്ഞപ്പോ അല്ലെ, നമ്മൾ അതിന് വിളിക്കുക മെഴുക് എന്ന്. ഇതേ നിങ്ങൾ തന്നെ ഒരു കടലാസ് എടുക്കും, എന്നിട്ട് അത് കത്തിക്കും. കത്തിച്ചിട്ട് കുറെ നേരം കഴിയുമ്പോൾ കടലാസ് ഇങ്ങനെ കത്തി അവസാനം തീയൊക്കെ ഇല്ലാണ്ടാവുമ്പോ നമുക്കൊരു സാധനം കിട്ടും, ചാരം അല്ലേ? ശ്രദ്ധിക്കൂ, ഈ ചാരം ഇനി വീണ്ടും നമുക്ക് കത്തിക്കാൻ പറ്റുമോ? ഇല്ല. അതേസമയം മെഴുക് ഉരുകിയത് വീണ്ടും നമുക്ക് കത്തിക്കാൻ പറ്റുമോ? കത്തിക്കാൻ പറ്റും. വേണമെങ്കിൽ അതിലൊരു തിരിയിട്ടിട്ട് വേണമെങ്കിൽ വീണ്ടും കത്തിക്കാം. അപ്പോ ഇവിടെ രണ്ടിലും നമ്മൾ കത്തിക്കുക എന്ന് പറയുന്ന പണിയാണ് നമ്മൾ ചെയ്തത്. രണ്ടും നമ്മൾ കത്തിക്കുക എന്ന് പറയുന്ന പരിപാടിയാണ് നമ്മൾ ചെയ്തത് രണ്ടും. പക്ഷേ രണ്ടിലും കത്തിയപ്പോൾ ഉണ്ടായ മാറ്റം, ഒന്ന് കത്തിയിട്ട് ആ കത്തി നിൽക്കുന്ന സമയത്ത് മാത്രം അത് വെള്ളം പോലെയായി തീയൊക്കെ കെട്ടപ്പോൾ വീണ്ടും അത് ഉറച്ച് വീണ്ടും പഴയത് എന്താണ് അതേ രൂപത്തിലേക്കായി. എന്നാൽ മറ്റേത് അങ്ങനെയല്ല, കത്തിയിട്ട് കത്തിക്കഴിഞ്ഞപ്പോ അത് വെണ്ണീറായി അല്ലെ? അതിന് വീണ്ടും പഴയ പോലെ കടലാസാക്കാൻ പറ്റുമോ? ഇല്ല. അപ്പോ തിരിച്ച് കടലാസാക്കാൻ പറ്റാത്ത ആ കത്തൽ ഒരു രാസപ്രവർത്തനമാണെന്നാ പറയാം. എന്താണെന്നാ പറയാ നമ്മള്? കെമിക്കൽ റിയാക്ഷൻ. ഇംഗ്ലീഷിൽ അതിനെ പറയുന്ന പേരെന്താ? കടലാസിന് അവിടെ എന്ത് സംഭവിച്ചു? കടലാസ് ചാരമായി എന്ന് പറഞ്ഞാൽ കടലാസിന് കെമിക്കൽ റിയാക്ഷൻ നടന്നു. കടലാസ് എന്തായി? വെണ്ണീറായി. കടലാസിൽ കെമിക്കൽ റിയാക്ഷൻ നടന്നു. ആരാണ് കെമിക്കൽ റിയാക്ഷൻ അവിടെ നടത്തിയത്, അല്ലെങ്കിൽ എന്തുമായിട്ടാണ് അവിടെ കെമിക്കൽ റിയാക്ഷൻ നടന്നത് എന്ന് പറഞ്ഞാൽ നമ്മൾ പറയാ കടലാസ് എന്താ? ഫയറായിട്ട് എന്ന് പറഞ്ഞാൽ തീയുമായി ചേർന്നു, വായുവുമായിട്ട്. ശരിക്കും ഫയർ എന്ന് പറഞ്ഞാൽ ഓക്സിജൻ ആണ് അവിടെ. നമ്മൾ കടലാസ് അടുപ്പ് കത്തുമ്പോ, അടുപ്പ് ചില നേരത്ത് കെടാൻ പോകുമ്പോ അല്ലെങ്കിൽ ഇങ്ങനെ കിടന്ന് പുകയുമ്പോ നമ്മൾ അതിലൊന്ന് ഊതി കൊടുക്കും അല്ലേ? ഊതി കൊടുക്കും. ആ ഊതി കൊടുക്കുക എന്ന് പറയുന്നതിലൂടെ നമ്മൾ ചെയ്യുന്നത് അടുപ്പിന്റെ അകത്തുള്ള ആ പുക, കാർബൺ ഡൈ ഓക്സൈഡ് എന്ന് കേട്ടിട്ടുണ്ടോ നിങ്ങള്? അതാണ് ഈ കാർബൺ ഡൈ ഓക്സൈഡ് തീയിനെ കെടുത്തുന്ന സാധനമാണ്. അതാണ് കറുത്ത പുകയായിട്ട് നിൽക്കുക. അതുള്ളിടത്തിൽ തീ കത്തില്ല. അപ്പൊ നമ്മൾ അതിലേക്കാണ്ട് ഊതി കൊടുത്തുമ്പോ ഈ കറുത്ത പുകയൊക്കെയാണ് അവിടെ നിന്ന് പോകും. അതായത് അതിൻ്റെ ഉള്ളിൽ നിന്ന് എന്ത് പോയി? കാർബൺ ഡൈ ഓക്സൈഡ് പോയി. എന്നിട്ട് നമ്മൾ ഊതുമ്പോ കുറെ ഓക്സിജൻ അതിന്റെ അടുത്തേക്ക് ചെന്നു. ഓക്സിജൻ ചെല്ലുമ്പോഴേക്കും കാണാം തീ സമൃദ്ധമായിട്ട് കത്തും. അപ്പൊ കെമിക്കൽ റിയാക്ഷൻ, ഇവിടെ കടലാസ് കത്തുന്ന കെമിക്കൽ റിയാക്ഷൻ എന്ന് പറഞ്ഞാൽ യഥാർത്ഥത്തിൽ കടലാസ് ഓക്സിജനുമായിട്ട് ചേർന്ന് പ്രവർത്തിക്കുന്ന പ്രവർത്തനമാണ്. പറഞ്ഞു മനസ്സിലായി? അതാണ് കെമിക്കൽ റിയാക്ഷൻ അഥവാ കെമിക്കൽ ചേഞ്ച്. എന്താ പറയാ നമ്മള്? ചേഞ്ച്. അപ്പോ മെഴുകുതിരി ഉരുകിയതിന് എന്തെന്ന് പറയും നമ്മൾ? അതിനെ നമ്മൾ പറയും ഫിസിക്കൽ ചേഞ്ച് എന്ന് പറയും. എന്താ പറയും നമ്മള്? ഫിസിക്കൽ ചേഞ്ച്. ഫിസിക്കൽ ചേഞ്ച് എന്ന് പറഞ്ഞാൽ അതിന്റെ രൂപം മാത്രമേ മാറിയിട്ടുള്ളൂ. അതിന്റെ ഉള്ളിലുള്ള, അതിന്റെ യഥാർത്ഥത്തിലുള്ള സംഗതി മാറിയിട്ടില്ല. രൂപം മാത്രം മാറി. ഇപ്പൊ നിങ്ങള് ഫ്രീസറിൽ വെള്ളം വെച്ചിട്ട് ഐസാക്കാറില്ലേ? ആ ഐസ് എടുത്ത് പുറത്തേക്ക് വെച്ചാൽ കുറച്ച് കഴിഞ്ഞ് എന്ത് സംഭവിക്കും? വീണ്ടും വെള്ളമാവും. അപ്പൊ യഥാർത്ഥത്തിൽ വെള്ളം ഫ്രീസറിൽ വെച്ചപ്പോൾ വെള്ളത്തിന് എന്തെങ്കിലും മാറ്റം സംഭവിച്ചോ? ഇല്ല. വെള്ളം എന്ന് പറയുന്നത് ലിക്വിഡ് ആയിരുന്നു, ഗ്ലാസ്സിലൊഴിച്ച് നമുക്ക് കുടിക്കാമായിരുന്നു. അങ്ങനെയുള്ള അതിന്റെ ഫിസിക്കൽ ആയിട്ടുള്ള അതിന്റെ രൂപത്തിന് ഒരു മാറ്റം സംഭവിച്ചു.
അല്ലാതെ വെള്ളം എന്ന് പറയുന്ന ആ യഥാർത്ഥ വസ്തുവിന് അവിടെ എന്തെങ്കിലും മാറ്റം സംഭവിച്ചോ? ഇല്ല. അതാണ് എന്താ ഈ ഫിസിക്കൽ ചേഞ്ച് അഥവാ ഭൗതിക മാറ്റം എന്ന് പറയുന്നത്. യഥാർത്ഥ കണ്ടന്റിന് അവിടെ മാറ്റം വരുന്നില്ല. എന്നാൽ കെമിക്കൽ ചേഞ്ച് എന്ന് പറഞ്ഞാൽ യഥാർത്ഥത്തിൽ അവിടെ ഉണ്ടായിരുന്ന വസ്തു എന്താണോ ആ വസ്തുവിന് അവിടെ എന്ത് വന്നു? മാറ്റം വന്നു. മനസ്സിലായോ? അതാണ് കെമിക്കൽ ചേഞ്ചും ഫിസിക്കൽ ചേഞ്ചും. ഓക്കെ, അതില് നമ്മുടെ ഈ പാഠത്തിന്റെ പേരെന്താ പറഞ്ഞ നമ്മള്? പാഠത്തിന്റെ പേര് നമ്മൾ പറഞ്ഞത് കെമിക്കൽ ചേഞ്ച് ആണ് അല്ലേ? കെമിക്കൽ ചേഞ്ച് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ നമ്മൾ പറയാൻ പോകുന്ന കാര്യങ്ങളൊക്കെ ഒരു സാധനം രൂപവും ഭാവവും അതെന്തായിരുന്നു അത് അങ്ങനെ തന്നെ അത് മാറിയിട്ട് അത് പുതിയ ഒരു സാധനമായിട്ട് മാറും അല്ലേ? പുതിയൊരു സാധനമായിട്ട് മാറാം. പഴയതെന്തായിരുന്നോ അതല്ല, അത് മാറി പൂർണ്ണമായും പുതിയ ഒരു സാധനമായിട്ട് മാറുന്നു. ആ രൂപാന്തരമാണ് നമ്മൾ ഇന്ന് പറയുന്നത് എന്താ? അല്ലെ? ആ രൂപാന്തരത്തിനെയാണ് നമ്മൾ ഇന്ന് വിളിക്കുന്നത് കെമിക്കൽ ചേഞ്ച്. ഓക്കെ, അപ്പോ നമുക്കിവിടെ പാഠപുസ്തകത്തില് ചില കെമിക്കൽ ചേഞ്ചുകളെ കുറിച്ചൊന്ന് പറയുന്നുണ്ട്. നിങ്ങൾ ഈ പാഠപുസ്തകത്തിലേക്കൊന്ന് കണ്ട പാഠത്തിന്റെ പേര് കണ്ട? നിങ്ങൾക്ക് കാണാല്ലേ ഇവിടെ? നോക്കൂ എന്താ? നോക്കൂ, what kind of changes happen around us every day? Observe the picture. ചിത്രത്തിൽ നോക്കി എന്തെല്ലാം മാറ്റങ്ങളാണ് നമുക്ക് ചുറ്റും ഉണ്ടാകുന്നത് എന്ന് പറയുന്നുണ്ട്. വാട്ട് ഓൾ ചേഞ്ചസ് ക്യാൻ യു ലിസ്റ്റ്? ഈ ഉണ്ടാകുന്ന മാറ്റങ്ങളെ നമ്മളോടൊന്ന് ലിസ്റ്റ് ചെയ്യാൻ പറയുന്നുണ്ട്. അവര് തന്നെ അവിടെ കാണിച്ചിട്ടുണ്ട് എന്തൊക്കെയാണ് ഉണ്ടാവുന്നത്. വാട്ടർ ബിക്കമിങ് വാട്ടർ വേപ്പർ. വാട്ടർ എന്തായിട്ട് മാറുന്നു? വാട്ടർ വേപ്പർ. ബേണിംഗ് ഓഫ് വുഡ്, വിറക് കത്തുന്നു. റസ്റ്റിംഗ് ഓഫ് അയൺ, ഇരുമ്പ് എന്നാണ് തുരുമ്പ്. അതുപോലെ മെൽറ്റിംഗ് ഓഫ് വാക്സ്, മെഴുക് ഉരുകുന്നു. എക്സ്പ്ലോഷൻ ഓഫ് ക്രാക്കേഴ്സ്, പടക്കം പൊട്ടുന്നു. കട്ടിംഗ് ഓഫ് വുഡ്, വിറക് മരം മുറിക്കുന്നു അല്ലെ? ഇതൊക്കെ ഉണ്ടാകുന്ന മാറ്റങ്ങൾ. ഈ മാറ്റങ്ങളെ നമ്മളോട് പറയുന്നത് ഫിസിക്കൽ ചേഞ്ചും കെമിക്കൽ ചേഞ്ചസും ആയിട്ട് മാറ്റാൻ പറയുന്നു. പറയാൻ മാറ്റാൻ പറ്റുമോ നിങ്ങൾക്ക്? ഇതിലേതാണ് ഫിസിക്കൽ ചേഞ്ച്? വാട്ടർ ബിക്കമിങ് വാട്ടർ വേപ്പർ, അതെന്താണ് ഫിസിക്കൽ ചേഞ്ച്? ഞാൻ അവിടെ പി എഴുതിട്ടാ. പി, ബേണിംഗ് ഓഫ് വുഡ്, റസ്റ്റിംഗ് ഓഫ് അയൺ, melting of wax, physical change. Explosion of crackers, cutting of wood. Cutting of wood chemical change ആണോ? ഫിസിക്കൽ ചേഞ്ച്. കാരണം എന്താ വെച്ചാൽ മരം നമ്മൾ മുറിക്കുമ്പോ നമുക്ക് മുറിഞ്ഞ് നമ്മുടെ മുൻപിൽ വീണ് കിടക്കുന്നത് മരം തന്നെയാണ് അല്ലേ? നമ്മുടെ മുൻപിൽ മുറിഞ്ഞു കിടക്കുന്ന വസ്തു എന്താ? അത് മരം തന്നെയാണ്. അത് മരം തന്നെയാണ്, അതിന് മാറ്റില്ല. അതേസമയം എന്താണ്? അത് കത്തിച്ചാൽ സംഗതി മാറി അല്ലെ? വിറകാക്കിയിട്ട് ആ വിറക് നമ്മൾ കത്തിക്കുകയാണെങ്കിൽ സംഗതി മാറി. ശരിയല്ലേ? അല്ലേ? വിറകാക്കിയിട്ട് വിറക് കത്തിച്ചു കഴിഞ്ഞാൽ സംഗതി മാറി, അത് വെണ്ണീറായി. പിന്നെ അതിന് നമുക്ക് എന്തെന്ന് പറയാൻ പറ്റില്ല. അത് മരം എന്ന് മരാക്കാൻ പറ്റില്ല. പക്ഷെ മരം മുറിച്ചിട്ടാൽ അതിന്റെ നീളം, വീതി, ഉയരം, ഇങ്ങനെയുള്ള വണ്ണം, ഇതിലൊക്കെ ഒരു മാറ്റം വരുന്നു. അല്ലാതെ മരം തന്നെയാണ്. അതുകൊണ്ട് അത് ഫിസിക്കൽ ചേഞ്ച്. അപ്പൊ ആ കള്ളിയിലേക്ക് യഥാക്രമം എഴുതണം. ഇവിടെ ഈ കെമിക്കൽ ഈ ഭാഗത്തില് ഒരു കാര്യം കൂടി ഇവരൊന്ന് പറയുന്നുണ്ട്. നമുക്ക് അതും കൂടി നോക്കാം. എന്താ ടെക്സ്റ്റ് ബുക്കിൽ പറഞ്ഞുള്ളത്?
തിങ്ക് അബൌട്ട് ഡിഫറൻസസ് ബിറ്റ്വീൻ ടു ടൈപ്പ് ഓഫ് ചേഞ്ചസ്. അപ്പൊ ഇവിടെ നമ്മൾ രണ്ട് തരം ചേഞ്ചുകൾ എന്തൊക്കെയാണെന്ന് പഠിച്ചു. ഈ രണ്ട് തരം ചേഞ്ചുകൾ തമ്മിലുള്ള വ്യത്യാസം എന്തൊക്കെയാണെന്നാ പറയാം. ഗിവൻ ഇൻ ടേബിൾ. ഇൻ ഫിസിക്കൽ ചേഞ്ച് ഓൺലി ദ അറേഞ്ച്മെന്റ് ഓഫ് മോളിക്യൂൾസ് വിത്തിൻ ദ സബ്സ്റ്റാൻസ് ചേഞ്ചസ്. ദിസ് ഈസ് ടെമ്പററി ചേഞ്ച്. But in chemical change, one substance gets completely transformed into new substance. That is, new molecules are formed. This is a permanent change. എന്താ ഇപ്പൊ ഇവിടെ പറഞ്ഞുള്ളത്? ഫിസിക്കൽ ചേഞ്ചും എന്താണ് കെമിക്കൽ ചേഞ്ചും തമ്മിലുള്ള ഒരു വ്യത്യാസമാണ് പറയുന്നത്. ആ വാചകങ്ങളൊന്ന് വായിച്ചു നോക്കിയേ. എന്താ വാചകത്തിൽ പറഞ്ഞത്? ഫിസിക്കൽ ചേഞ്ചില് only the arrangement of molecules within substance changes. Arrangement of molecules within substance. Substancesന്റെ ഉള്ളിലുള്ള മോളിക്യൂൾസിന് മാത്രമേ ചേഞ്ച് ആവുന്നുള്ളൂ. സബ്സ്റ്റാൻസസിന്റെ ഉള്ളിലുള്ള മോളിക്യൂൾസിന് മാത്രം. മോളിക്യൂൾ എന്താണെന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട്. എന്താ മോളിക്യൂൾ? പഞ്ചസാരേനെ മുറിച്ച് മധുരം പോകുന്നത് വരെ നമ്മൾ മുറിക്കുക. അങ്ങനെ അവസാനത്തെ ആ കഷ്ണം അല്ലെ, എന്താ മധുരം പോണേന് തൊട്ട് മുൻപുള്ള ആ കഷ്ണം, അതിനെയാണ് നമ്മൾ ഇന്ന് വിളിക്കുക എന്ന് വെച്ചാൽ പഞ്ചസാരയുടെ മോളിക്യൂളിന്റെ ടേസ്റ്റ് എന്ത് തന്നെയായിരിക്കും? മധുരം തന്നെയായിരിക്കും. പഞ്ചസാരയുടെ മോളിക്യൂൾസ് പഞ്ചസാരയുടെ അതേ ഗുണങ്ങളുള്ള ഒരു വസ്തുവാണ്. പഞ്ചസാരയുടെ മോളിക്യൂളിന് പഞ്ചസാരയുടെ എല്ലാ ഗുണങ്ങളും ഉണ്ടായിരിക്കും. അതാണ് മോളിക്യൂൾ. മോളിക്യൂളിനെ വീണ്ടും മുറിച്ചാലോ? മോളിക്യൂളിനെ വീണ്ടും മുറിച്ച ആറ്റംസ് ആവും. അതായത് ആ ആറ്റം എന്ന് പറയുന്നതിന് പ്രത്യേകിച്ച് ഒരു വസ്തുവിന്റെ ഗുണമുണ്ടായിരിക്കുമോ? നമ്മൾ പഠിച്ചിട്ടുണ്ട്. പഞ്ചസാരയിലും ഹൈഡ്രജൻ എന്ന് പറയുന്ന ആറ്റമുണ്ട്. പച്ചവെള്ളത്തിലും ഹൈഡ്രജൻ എന്ന് പറയുന്ന ആറ്റമുണ്ട് അല്ലേ? പക്ഷെ പഞ്ചസാരയ്ക്കും പച്ചവെള്ളത്തിനും ഒരേ ടേസ്റ്റ് ആണോ? അല്ല. പഞ്ചസാരയിൽ ഹൈഡ്രജൻ ചേരുന്നത് വേറെ ചില എലമെന്റുകളുമായിട്ടാണ്, ആറ്റങ്ങളുമായിട്ടാണ്. എന്നാൽ വെള്ളത്തിൽ അതേ ഹൈഡ്രജൻ ചേരുന്നത് ഓക്സിജനുമായിട്ടാണ്. പഞ്ചസാരയിൽ ഹൈഡ്രജന്റെ കൂടെ കാർബണും ഉണ്ട്, ഓക്സിജനും ഉണ്ട്. എന്നാൽ വെള്ളത്തിൽ ഹൈഡ്രജന്റെ കൂടെ എന്ത് മാത്രമേ ഉള്ളൂ? അപ്പോ വെള്ളം ഉണ്ടാകുന്നത് ഹൈഡ്രജൻ ഓക്സിജനുമായി ചേർന്ന്, അതും ചേരുന്നതിനൊരു കണക്കുണ്ട്. ആ രീതിയിൽ ചേരുമ്പോൾ മാത്രമേ അത് വെള്ളത്തിന്റെ മോളിക്യൂൾ ആവുന്നുള്ളൂ. എന്നാൽ പഞ്ചസാര ഉണ്ടാകുന്ന സമയത്ത് അവിടെ മോളിക്യൂൾ രൂപപ്പെടുന്നത് എന്താ? ഈ പറയുന്ന ഹൈഡ്രജൻ എന്തൊക്കെയായിട്ട് ചേരണം? കാർബണും പിന്നെന്താ? ഓക്സിജനുമായിട്ട് ചേരണം അല്ലേ? അതാണ്. അപ്പോ അത് വേറെ, അതാണ് മോളിക്യൂൾസ് എന്ന് പറയുന്നത്. അപ്പോ അവിടെ മോളിക്യൂൾസിന്റെ അറേഞ്ച്മെന്റ്, ഓൺലി ദ അറേഞ്ച്മെന്റ് ഓഫ് മോളിക്യൂൾസ് വിത്തിൻ, അതായത് ഇപ്പൊ നമ്മൾ പറഞ്ഞല്ലോ ഫിസിക്കൽ ചേഞ്ച്. മെഴുകുതിരി നമ്മൾ ഉരുക്കുമ്പോൾ മെഴുകുതിരിയിലെ മോളിക്യൂൾസ് ശരിക്കൊരു തിരിയായിരിക്കുന്ന സമയത്ത് നമ്മൾ കത്തിക്കുന്നതിന് മുൻപ് അതിന്റെ മോളിക്യൂൾസ് എങ്ങനെയാണോ അടുക്കി വെച്ചിരിക്കുന്നത്, ആ അടുക്കി വെച്ചിരുന്നതിൽ നിന്ന് സ്ഥാനമൊന്നു മാറി. പക്ഷെ മോളിക്യൂൾസിന് മാറ്റമുണ്ടോ? ഇല്ല. അതാണ് അവിടെ. ഞാൻ വേണമെങ്കിൽ ഒന്ന് വരച്ച് കാണിച്ചു തരാം, ശ്രദ്ധിക്കൂ. നോക്കുക, ഒരു മിനിറ്റ് ഇട്ടാ. നിങ്ങക്ക് ബോർഡ് കാണണ്ട? അപ്പോ ഇല്ല അല്ലേ? ഒരു മിനിറ്റ് ഇട്ടാ. ബോർഡ് ഞാൻ എപ്പോ ഞാൻ ഇത് മാറ്റുമ്പോ ബോർഡ് കാണണ്ട? ഒരു മിനിറ്റ്. ഇപ്പൊ ബോർഡ് കാണണ്ട? അതെ. അപ്പൊ ഇങ്ങനെ മാറ്റിയാ മതിയല്ലേ? ശരി. ഞാൻ അത്ര നാള് കഷ്ടപ്പെട്ടിട്ട് അങ്ങോട്ടും കൂടെ ഒക്കെ മാറ്റിയായിരുന്നു. അപ്പൊ നിങ്ങക്ക് ബോർഡ് കാണാണ്ട് ഇപ്പോ പ്രസന്റ് ചെയ്യണത്? നേരത്തെ നോട്ട് ടെക്സ്റ്റ് ബുക്ക് കാണിച്ചപ്പോ കണ്ടിരുന്ന
ഇതേപ്പോ ഒരു മിനിറ്റ് ഇട്ടാ. ഇപ്പൊ എന്താ കാണുന്നത്? ആ വെരി ഗുഡ്, താങ്ക് യു. ഞാനത് ഇതറിഞ്ഞറിഞ്ഞില്ല എങ്ങനെയാ സംഭവം എന്നുള്ളത്. ഒരു മിനിറ്റ് ഇട്ടാ, ഞാൻ പറയുമ്പോൾ ഞാൻ ചെക്ക് ചെയ്തില്ല, അതാണ് ഉണ്ടായത്. എന്റെ കയ്യിലിന് കുഴപ്പം. ഇപ്പോഴോ? ഇവിടെ ഞാനിവിടെ എടുത്തു വെച്ചുള്ള ഇതില് കാണാനില്ല. അത് ഞാൻ ഒരു കാര്യം ചെയ്യാം, വേറൊരു ഐഡിയയിൽ കയറി കേട്ടോ. ഒരു മിനിറ്റ്. എന്താ അങ്ങനെ സംഭവിച്ചപ്പോ ഞാൻ എന്റെ മൊബൈൽ എടുത്ത് നോക്കുമ്പോ അത് അല്ല വരണത്. ചേട്ടാ ഇതെങ്ങനെ കിട്ടുന്നുണ്ടെങ്കിൽ നല്ലതല്ലേ? ഓക്കെ, ഇപ്പോ നിങ്ങൾക്ക് കാണുന്നത് ഏതാ? ടെക്സ്റ്റ് ബുക്ക് അല്ലേ? ഓക്കെ, അപ്പൊ അങ്ങനെയാണെങ്കിൽ ഒരു ചെക്കിങ് നടത്തി നോക്കാനാട്ടാ. എനിക്കിത് ഒറ്റ കാര്യം നോക്കാൻ വേണ്ടിട്ടാ. ഇപ്പോഴോ? അപ്പൊ ടെക്സ്റ്റ് ബുക്കോ? ഓഹോ, അത് കൊള്ളാലോ. നിങ്ങളത് പിൻ ചെയ്തിണ്ടാവും അല്ലേ? ആ ആയിക്കോട്ടെ. പക്ഷെ പിൻ ചെയ്തിട്ട് വലുതായിട്ട് കാണാനുള്ളത് തന്നെയല്ലേ? പിൻ ചെയ്താൽ മതി. ഓക്കെ. അപ്പൊ ഒന്നുകൂടി ഒരു ലാസ്റ്റ് ചെക്കിങ് കേട്ടാ. അപ്പൊ ഞാൻ ഇങ്ങനെ ചെയ്യാണെന്നുണ്ടെങ്കിൽ എനിക്കിത് എളുപ്പമാണേ. തകർത്തു. ഇപ്പൊ ഞാൻ ചെറുതായിട്ട് കാണാണ്ടല്ലേ? എന്നെ ചെറുതായിട്ട് കാണാണ്ടല്ലേ? ഓക്കെ, ടെക്സ്റ്റ് ബുക്ക് വായിക്കാൻ പറ്റണില്ലേ? ഓക്കെ, മതി. അപ്പൊ ഞാൻ കൃതാർത്ഥനായി. അപ്പൊ ഞാൻ അത് വരയ്ക്കാം. പക്ഷേ നമ്മൾ ഇങ്ങനെ ഇത് മാറ്റാനൊക്കെ ഇട്ട് ഒരുപാട് പണിപ്പെട്ടായിരുന്നു. നോക്കാം. അപ്പോ ഇവിടെ ശ്രദ്ധിക്കുക, നമ്മളൊരു മെഴുകുതിരി, ഞാൻ പറഞ്ഞത് ഫിസിക്കൽ ചേഞ്ചിനെ കുറിച്ചിട്ടാണ് കേട്ടോ. ഫിസിക്കൽ ചേഞ്ചിനെ കുറിച്ച് പറയുമ്പോൾ ഒരു മെഴുകുതിരി ഇവിടെ തൽക്കാലം ഞാൻ എങ്ങനെ അല്ലേ, ഇങ്ങനെ കത്തുകയാണ് മെഴുകുതിരി കേട്ടാ. കാണാല്ലേ മെഴുകുതിരി കത്തണത്? ഇതിങ്ങനെ കുറെ നേരം കത്തുമ്പോൾ ഇങ്ങനെ മെഴുകുതിരി മെഴുകൊക്കെ ഇങ്ങനെ ഒലിച്ചിറങ്ങി അല്ലേ? ഇതിങ്ങനെ നീളം കുറഞ്ഞ് അല്ലേ? ഈ താഴത്തേക്ക് ഇങ്ങനെ ഇറങ്ങി അവസാനം എങ്ങനെയാവും? ശരിയല്ലേ? ഇങ്ങനെയാവും. എന്നിട്ട് ഇങ്ങനെ കത്തും. ശരിയല്ലേ? അപ്പൊ ഇവിടെ നടക്കുന്ന മാറ്റം ശ്രദ്ധിക്കുക. ഇവിടെ നടക്കുന്ന മാറ്റം മെഴുകുതിരിയിൽ അതിന്റെ തന്മാത്ര മോളിക്യൂൾസ് ഇങ്ങനെ കണ്ടാ, ഇങ്ങനെ ഒന്നിന്റെ മീതെ ഒന്നായിട്ട് എങ്ങനെയാണ് അതിന്റെ മോളിക്യൂൾസ് എന്ന് വിചാരിക്കാം. ഇതിന്റെ ഉള്ളിലത്തെ കഥയാണ് മെഴുകുതിരിയുടെ ഉള്ളിലത്തെ. അത് ഈ ഷേപ്പിലായപ്പോൾ അതിന്റെ മോളിക്യൂൾസ് എന്തായി? കണ്ടാ, സെയിം മോളിക്യൂൾസ് തന്നെ, പക്ഷെ അതിൽ കാണുന്ന പോലെ അല്ല ഇതിൽ കാണുന്നത്. കണ്ടാ, ഷേപ്പ് വേറെ. അതായത് മോളിക്യൂൾസിന്റെ അറേഞ്ച്മെന്റ് വേറെ. ഇതില് മൂന്നെണ്ണം വീതം ഇങ്ങനെ അടുക്കി മുകളിലേക്ക് പോർക്കാണെങ്കിൽ ഇതിലോ ഇതിന് ചർക്ക പറക്കാന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ വാരി വെതറിട്ട് ഇറക്കുക, അട്ടിയായിട്ട് അല്ലേ? ശരിയല്ലേ? അതാണ് ഇവിടെ പറയുന്നത് മോളിക്യൂൾസിൽ ഉണ്ടാകുന്ന ചേഞ്ച് എന്ന് പറയും. എന്നാൽ ശ്രദ്ധിക്കുക, നോക്കുക. അപ്പൊ ഇവിടെ ഉണ്ടാകുന്ന ചേഞ്ച് എന്താ? അറേഞ്ച്മെന്റ് ഓഫ് മോളിക്യൂൾസ്.
This is a temporary change. ആ വാക്ക് ശ്രദ്ധിക്കുക. എന്തുട്ടാ പ്രത്യേകത? Change. But in chemical change, one substance gets completely transformed into new substance. വിറക് കത്തിയിട്ട് വെണ്ണീറാവുമ്പോൾ ആ വിറക് എന്ന് പറയുന്നത് പുതിയ സബ്സ്റ്റാൻസ് ആയിട്ട് മാറാണ്. വെണ്ണീർ പുതിയ സബ്സ്റ്റാൻസ്. മനസ്സിലായ? പഞ്ചസാരയുടെ കാര്യം തന്നെ എടുക്കാം. പഞ്ചസാര നമ്മൾ പറഞ്ഞു, പഞ്ചസാര എന്താകുന്നു? C6H12O6 ആണ്. കേൾക്കണ്ട? അതായത് പഞ്ചസാര എന്ന് പറയുന്ന അതിൽ 6 കാർബണും 12 ഹൈഡ്രജനും 6 ഓക്സിജനും ഇവ ഈ തരത്തിൽ ചേർന്ന് നിൽക്കുന്ന മോളിക്യൂൾസ് ആണ്. ഈ തരത്തിൽ ചേർന്ന് നിൽക്കുന്ന മോളിക്യൂൾസ് ആണ് ഏത് പഞ്ചസാര, C6H12O6. ഈ പഞ്ചസാര നിങ്ങളൊരു സ്പൂണിൽ എടുക്കുക, എന്നിട്ട് ഒരു മെഴുകുതിരി കത്തിച്ചിട്ട്, അതായത് ചൂടാക്കുക. മെഴുകുതിരി കത്തിക്കുക എന്ന് പറഞ്ഞാൽ പറഞ്ഞത് ഗ്യാസിന്റെ മുകളിൽ എന്തിനേലും വെച്ചിട്ട് എന്ത് ചെയ്യുക? അതൊന്ന് ചൂടാക്കുക. ചൂടാക്കുമ്പോ എന്താ സംഭവിക്കാന്നറിയോ? ചൂടാക്കി നോക്കിയിട്ടാ നിങ്ങള്? എന്താ സംഭവിക്കുക? എന്താ നമ്മൾ കാണുക? ബ്രൗൺ കളർ ആവുക എന്ന് പറഞ്ഞാൽ കരിയാവത്. കരി, പഞ്ചസാര കരിഞ്ഞ്. അതായത് അത് ചൂടാക്കുമ്പോൾ അതിന്ന് ഈ എച്ചും പോകും, ഓയും പോകും. എന്ത് മാത്രാവും അവിടെ? കാർബൺ മാത്രം. അതാണ് കരി. മനസ്സിലായ? എന്നാൽ മെഴുക് എന്ന് പറയുന്ന സാധനം എന്തുകൊണ്ടാണ് ഉണ്ടാക്കിയുള്ളത്? അതേ സാധനം തന്നെയാണ് ഇത്. മനസ്സിലായ? ഇവിടെ ഇതിലടങ്ങിയിരിക്കുന്നത് കാർബൺ ഡൈ ഓക്സൈഡും പിന്നെ മെഴുകിന്റെ സബ്സ്റ്റൻസും ഒക്കെ അടങ്ങിയിട്ടുണ്ട്. അപ്പൊ അത് ആ മോളിക്യൂൾ ഉണ്ടാക്കിയിരിക്കുന്നത് എന്തുകൊണ്ടാണോ അതേ മോളിക്യൂൾ തന്നെയാണ് ഇതിലും. മാറ്റം വരുന്നില്ല. എന്നാൽ പഞ്ചസാര ചൂടാക്കിയാൽ അങ്ങനെയല്ല. മെഴുക് ചൂടാക്കിയാൽ ഇതാണ് സംഭവിക്കുക. പഞ്ചസാര ചൂടാക്കിയാലും അത് കരിയായിട്ട് മാറും. മനസ്സിലായ? അപ്പൊ അവിടെ എന്താ വന്ന മാറ്റം? മോളിക്യൂൾ ചേഞ്ച് ആയി. എന്ത് ചേഞ്ച് ആയി? മോളിക്യൂൾ ചേഞ്ച് ആയി. മനസ്സിലായ? ആ മോളിക്യൂൾ ചേഞ്ച് ആകുമ്പോൾ നമ്മൾ അതിനെ പറയുന്നു ഇറ്റ്സ് എ പെർമനന്റ് ചേഞ്ച്. അതെന്ത് ചേഞ്ച് ആണ്? അപ്പോ എന്താണ് ഇത് തമ്മിലുള്ള വ്യത്യാസം? കെമിക്കൽ ചേഞ്ച്, പെർമനന്റ് ചേഞ്ച്. വെരി ഗുഡ്, വെരി ഗുഡ്. ഇനി അടുത്ത് പറയട്ടെ. ഡ്യൂറിങ് എ ഫിസിക്കൽ ചേഞ്ച് ഓൺലി എ ചേഞ്ച് ഇൻ. അപ്പൊ അത് അടയാളപ്പെടുത്തിയില്ല. നോക്ക പെർമനന്റ് ചേഞ്ച് ഞാൻ വരച്ചുട്ടാ. കണ്ടില്ലേ അത്? ഡ്യൂറിങ് എ ഫിസിക്കൽ ചേഞ്ച് ഓൺലി എ ചേഞ്ച് ഇൻ ദ അറേഞ്ച്മെന്റ് ഓഫ് മോളിക്യൂൾ ഒക്കേഴ്സ്. ഫിസിക്കൽ ചേഞ്ചിന് മോളിക്യൂൾസിന്റെ അറേഞ്ച്മെന്റിൽ മാത്രമേ മാറ്റം ഉണ്ടാകുന്നുള്ളൂ. Hence it can be easily brought back to original state. അപ്പൊ അവിടെ ഒരു ചോദ്യം വന്നു. It is said that, നിങ്ങളോട് ചോദിക്കാൻ കേട്ടാ, നിങ്ങളോട് ചോദിക്കുകയാണ്. It is said that in physical change the material can be brought back to its original state very easily. The material can be brought back its original state very easily. Why? അതായത് ഒരു വസ്തുവിനെ അതിന്റെ യഥാർത്ഥ ഫോമിലേക്ക് കൊണ്ടുവരാൻ, ഫിസിക്കൽ ചേഞ്ച് നടന്ന ഒരു വസ്തുവിനെ തിരിച്ച് അതിന്റെ യഥാർത്ഥ ഫോമിൽ കൊണ്ടുവരാൻ വളരെ എളുപ്പമാണ് എന്ന് പറയുന്നു. എന്തുകൊണ്ട്? അതിന് ഉത്തരാണ് ഇവിടെ തന്നുള്ളത്. എന്താ ഉത്തരം? വായിച്ചേ. ഫിസിക്കൽ ചേഞ്ചിൽ എന്താ നടക്കുന്നത്? അതിന്റെ ഉത്തരം നമ്മൾ എന്താ പറയാ? ഡ്യൂറിങ് അത്ര മതി, അത്ര മതി. ശ്രദ്ധിക്കൂ. വെരി ഗുഡ്. അത്രേ വേണ്ടോ? ഡ്യൂറിങ് എ ഫിസിക്കൽ ചേഞ്ച് ഓൺലി എ ചേഞ്ച് ഇൻ അറേഞ്ച്മെന്റ് ഓഫ് മോളിക്യൂൾസ് ഒക്കേഴ്സ്. ഫിസിക്കൽ ചേഞ്ചിൽ എന്താ മാറ്റം ഉണ്ടാകുന്നത്? മോളിക്യൂൾസിന്റെ അറേഞ്ച്മെന്റിൽ മാറ്റം ഉണ്ടാകുന്നു. Hence it can be easily brought back to its original state. In case of chemical change, new molecules are formed. പക്ഷേ
കെമിക്കൽ ചേഞ്ചിൽ എന്താ ഉണ്ടാകുന്നത്? എന്താണ് ന്യൂ മോളിക്യൂൾസ് ആർ ഫോംഡ്. അതാണ് വ്യത്യാസം. ഇനി ലെറ്റ് us familiarize ourselves with new more chemical changes. പുതിയ കുറച്ച് കെമിക്കൽ ചേഞ്ചുകളെ കുറിച്ച് നമ്മൾ ഇവിടെ പഠിക്കാൻ പോവാണ് കേട്ടാ. ദാ എന്താണ് ആ പുതിയ ദാ ഇവിടെ കണ്ട 2 പാത്രം എടുത്തിറങ്ങുന്ന കണ്ട, വായിക്കാൻ പറ്റണ്ട? ടെക്സ്റ്റ് ബുക്കിൽ നോക്കി വായിച്ചോളൂ, ഇതിൽ വായിക്കാൻ പറ്റില്ലെങ്കിൽ. എന്താ? let us familiarize ourselves with a few more chemical changes. Take 2 beakers and fill 3/4 of them with water. 2 പാത്രം എടുത്തിട്ട് അത് 3/4 ഭാഗത്തോളം അതിന് വെള്ളം എടുക്കാൻ. Drop a small piece of sodium in 1 beaker. ഒരു പാത്രത്തില് കുറച്ച് സോഡിയം ഇടാൻ. Notice the formation of a gas by vigorous reaction with sodium and water. സോഡിയം ഇടേണ്ട താമസം, സോഡിയം അതിലേക്ക് ഇടേണ്ട താമസം കാണാം. സോഡിയം അതിൽ കിടന്നിങ്ങനെ ഓടിക്കളിക്കും. ഓടിക്കളിച്ച ആകെ ഒരു പുക വരും, പുക. ആ സോഡിയം പുകയാണ്, വെള്ളത്തിൽ കാണാം. വെള്ളം സാധാരണ നമ്മൾ പറയാ, വെള്ളം എന്തിനേലും വീണ് കഴിഞ്ഞാൽ തീയുണ്ടെങ്കിൽ കെടുകയല്ലേ ചെയ്യുക, അല്ലേ? പക്ഷേ വെള്ളം സോഡിയത്തിന്റെ മീതെ വീണാൽ അവിടെ തീ ഉണ്ടാവുകയാണ് ചെയ്യുക, കത്തുകയാണ് ചെയ്യുക. കാരണം അത്രയും സോഡിയം വെള്ളവുമായിട്ട് അത്രയും തീവ്രമായിട്ട്, അതാണ് വിഗറസ്ലി. സോഡിയം ഗംഭീരമായിട്ട് പ്രവർത്തിക്കുന്നു എന്നാ പറയുന്നത്. ആഫ്റ്റർ ദി റിയാക്ഷൻ ആഡ് 2 drops ഓഫ് ഫിനോൾഫ്തലിൻ. എന്നിട്ട് ഈ പ്രവർത്തനം നടന്നതിന് ശേഷം അതിന് കുറച്ച് ഫിനോൾഫ്തലിൻ ചേർക്കുക. എന്താ ഫിനോൾഫ്തലിൻ? നിങ്ങൾ ആസിഡ്, ആൽക്കലി എന്നൊക്കെ കേട്ടിട്ടുണ്ടോ? പഠിച്ചിട്ടുണ്ട്. അപ്പൊ അതില് ഒരു പദാർത്ഥം ആസിഡ് ആണോ എന്നറിയാൻ അതിൽ ചേർക്കുന്ന ഒരു വസ്തുവാണ് ഫിനോൾഫ്തലിൻ. കേൾക്കണ്ട? ആസിഡ് ആണോ ആൽക്കലി ആണോ എന്നറിയാൻ അതിൽ നമ്മൾ ചേർക്കുന്ന വസ്തുവാണ് ഇത്, ഫിനോൾഫ്തലിൻ. അപ്പൊ അത് ചേർത്ത് കഴിഞ്ഞാൽ എന്താ സംഭവിക്കുക? നിറം മാറും, അല്ലെ? എന്ത് നിറമാവും? ദാടിയിലത്തെ ബീക്കർ കാണിച്ചിട്ടുണ്ട് നിറം. എന്താ നിറം? പിങ്ക് നിറമാണ്. The presence of which substance is indicated by color change the beaker into which sodium was added. സോഡിയം ആഡ് ചെയ്ത പാത്രത്തിലെ വെള്ളത്തിന് നിറം മാറി. മനസ്സിലായോ? വിച്ച്, അപ്പോ വിച്ച് സബ്സ്റ്റാൻസ് ഇൻഡിക്കേറ്റഡ് ബൈ ദ കളർ ഓഫ്. അപ്പോ ഏതിലാണ് അവിടെ നിറം മാറിയത്? ഇതിവിടെ ചോദ്യം ഇതാണ്. പ്രസൻസ് ഓഫ് വിച്ച് സബ്സ്റ്റാൻസ് ഈസ് ഇൻഡിക്കേറ്റഡ് ബൈ ദ കളർ ചേഞ്ച് ഇൻ ബീക്കർ. ബീക്കറിൽ കളർ ചേഞ്ച് ഉണ്ടായതിലൂടെ വിച്ച് സോഡിയം, ഏതിലാണ്? ടു വിച്ച് സോഡിയം വാസ് ആഡഡ്. അപ്പൊ ഏത് സബ്സ്റ്റൻസ് ആണ് അത് എന്നാ പറഞ്ഞത്? കളർ ചേഞ്ചിലൂടെ. അതെന്താണ് വസ്തു? ആസിഡ് അല്ലേ? ആസിഡ് അല്ല, ആൽക്കലി അല്ലേ? ആൽക്കലൈൻ അല്ലേ? ആൽക്കലി ട്ടോ, ആസിഡ് അല്ല, തെറ്റി പറഞ്ഞത്. ആൽക്കലൈൻ എന്നാ പറയുന്നത്. അപ്പൊ the alkali formed by the reaction, അതിന്റെ അടിയിൽ തന്നെ കൊടുത്തിട്ടുണ്ട്, by reaction of some സോഡിയം ഹൈഡ്രോക്സൈഡ്. അതായത് ഈ വെള്ളത്തിൽ നമ്മൾ സോഡിയം ഇട്ടപ്പോൾ സോഡിയവും വെള്ളവുമായി ചേർന്നിട്ട്, അതായത് സോഡിയവും വെള്ളവുമായി ചേർന്ന്, സോഡിയം വാട്ടറുമായി ചേർന്ന് എന്തുണ്ടായി? സോഡിയം ഹൈഡ്രോക്സൈഡ് ഉണ്ടായി. എന്തുണ്ടായി എന്നാ പറയണത്? Metals like sodium and potassium react vigorously with water to form hydrogen gas and corresponding alkali. സോഡിയത്തിന് പകരം നമ്മൾ ഇനി പൊട്ടാസ്യം ഇട്ടാലും ഇത് തന്നെ സംഭവിക്കും. സോഡിയത്തിന് പകരം ഇപ്പൊ സോഡിയം കിട്ടാല്ലേ, അപ്പൊ നമ്മൾ കുറച്ച് പൊട്ടാസ്യം ഇട്ടാലും മതിയെന്ന്. അപ്പോ അവിടെ ഉണ്ടാകുന്നത് പൊട്ടാസ്യം ഹൈഡ്രോക്സൈഡ് ആവും. എന്നിട്ടോ ആ വെള്ളം ആൽക്കലി ആയിട്ട് മാറും, ആൽക്കലി സ്വഭാവം. മനസ്സിലായ? അപ്പോ റൈറ്റ് ദ റിയാക്ടന്റ് ആൻഡ് പ്രോഡക്റ്റ്. എന്താണ് റിയാക്ടന്റ്, എന്താണ് പ്രോഡക്റ്റ് എന്ന് നമ്മൾ പഠിച്ചു. എന്തിനാ റിയാക്ടന്റ് എന്ന് വിളിക്കുക? നമ്മള് എന്തിനാ റിയാക്ടന്റ് എന്ന് വിളിക്കുക?
റിയാക്ടന്റ് എന്ന് വിളിക്കുക നമ്മള് കെമിക്കൽ റിയാക്ഷനിൽ ഏർപ്പെടുന്ന വസ്തുക്കളെ നമ്മൾ വിളിക്കുന്ന പേരാണ് റിയാക്ടന്റ്. അപ്പോ എന്താണ് പ്രോഡക്റ്റ്? കെമിക്കൽ റിയാക്ഷൻ കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്നതിന് വിളിക്കുന്ന പേരാണ് പ്രോഡക്റ്റ്. റിസൾട്ട് അല്ല, റിയാക്ടന്റ്. സോറി, പ്രോഡക്റ്റ്. പ്രോഡക്റ്റ്. അപ്പൊ ഏതൊക്കെ പ്രോഡക്റ്റ് പറയൂ? അല്ല സോറി, റിയാക്ടന്റ് ഏതൊക്കെയാ പറയൂ? വെരി ഗുഡ്. വാട്ടർ ആൻഡ് സോഡിയം അല്ലേ? അപ്പോ പ്രോഡക്റ്റ് എന്താ? സോഡിയം ഹൈഡ്രോക്സൈഡ്. പിന്നെയോ അതന്നെ, ഒരു സാധനം കൂടി ഉണ്ട്. അപ്പൊ അത് പ്ലസ് ഇട്ടിട്ട് എഴുതും. പ്ലസ് എന്താ? ഹൈഡ്രജൻ അല്ലേ? ഹൈഡ്രോക്സൈഡ്, സോഡിയം ഹൈഡ്രോക്സൈഡ് പ്ലസ് ഹൈഡ്രജൻ. ഇനി അതല്ല പൊട്ടാസ്യം എന്നുണ്ടെങ്കിലോ റിയാക്ടന്റ് എന്താ? വാട്ടർ പ്ലസ് വാട്ടർ. ഇവിടെ ആൻഡ് എന്നുള്ളതിന് പകരം പ്ലസ് ഇടാം. അതല്ലേ നമ്മൾ ഇടാറ്? അപ്പൊ പ്ലസ് എന്താ? പൊട്ടാസ്യം അല്ലേ? പൊട്ടാസ്യം. അപ്പൊ ഉണ്ടാകുന്നതോ പൊട്ടാസ്യം ഹൈഡ്രോക്സൈഡ് പ്ലസ് ഹൈഡ്രജൻ. ശരിയല്ലേ? ഓക്കെ. മനസ്സിലായില്ലേ? റൈറ്റ് ഡൗൺ ദ ബാലൻസ്ഡ് ഇക്വേഷൻ ഓഫ് ദിസ് റിയാക്ഷൻ. മുകളിലത്തെ ഇക്വേഷന്റെ ബാലൻസ്ഡ് ഇക്വേഷൻ നമുക്കൊന്ന് എഴുതാം. എന്താ ബാലൻസ്ഡ് ഇക്വേഷൻ വരിക? Na പ്ലസ് H2O ഗിവ്സ് എന്ത് വരും? സോഡിയം ഹൈഡ്രോക്സൈഡ് എന്ന് പറയുമ്പോൾ NaOH ആണ്. പിന്നെ ഉണ്ടാകുന്ന ഹൈഡ്രജൻ. അപ്പൊ അത് H. അപ്പൊ H2 ആണ്. ഹൈഡ്രജൻ മോളിക്യൂളായിട്ട് പറയുമ്പോ H2. അപ്പോ നോക്കിയത് ബാലൻസ്ഡ് ആണോ? ഒന്ന് നോക്കിയേ. Na ഇവിടെ ഒരെണ്ണം, Na അപ്പുറത്ത് ഒരെണ്ണം. H ഇവിടെ 2 എണ്ണം, പക്ഷെ H അപ്പുറത്ത് 3 എണ്ണമുണ്ട് അല്ലേ? അപ്പൊ അത് ശരിയാക്കാൻ ഇത് നമ്മൾ പഠിച്ചിരുന്ന ഈ സാധനം. അപ്പോ ഇവിടെ Hന്റെ എണ്ണം ആദ്യം കറക്റ്റ് ആക്കാൻ എന്ത് ചെയ്യും? ഇവിടെ നമ്മൾ ഒരു 2 ചേർത്തു. ഇതിന്റെ മുൻപിൽ 2 ചേർക്കുമ്പോൾ ഇപ്പൊ H 4 എണ്ണായി. അപ്പൊ ഇപ്പുറത്തെ H 4 എണ്ണാക്കാൻ ഇവിടെയും ഒരു 2 ചേർത്തു. അപ്പൊ H 4 എണ്ണായി. O 2 എണ്ണായി. O ഇപ്പുറത്ത് 2 എണ്ണം. ഓക്കെ. പക്ഷെ Na ഇപ്പുറത്ത് 2 എണ്ണം, അപ്പുറത്ത് ഒരെണ്ണുള്ളൂ. അപ്പൊ Nയുടെ മുൻപിൽ നമ്മൾ എന്ത് ചേർത്തു? 2 ചേർത്തു. 2Na plus 2H2O gives 2NaOH plus H2 അല്ലേ? ഇനി you know that heat and light are produced when magnesium burns in air. അപ്പോ ഇനി അടുത്ത ഭാഗത്തേക്കാ പോണത് കേട്ടാ. അത് അവിടെ നിൽക്കട്ടെ. അപ്പൊ നമ്മൾ ഇന്ന് പറഞ്ഞ കാര്യങ്ങൾ മനസ്സിലായ? 2 തരം കെമിക്കൽ റിയാക്ഷനെ കുറിച്ചിട്ടാണ് നമ്മൾ പറഞ്ഞത്. ഏതൊക്കെ കെമിക്കൽ റിയാക്ഷനാ? ഏതൊക്കെയാ? അല്ല 2 തരം അല്ല, സോറി, 2 തരം പ്രവർത്തനങ്ങളെ കുറിച്ചാണ്, റിയാക്ഷൻസിനെ കുറിച്ചാണ് പറഞ്ഞത്. 2 തരം പ്രവർത്തനം എന്തൊക്കെയാ? 2 തരം ചേഞ്ചസ്. എന്തൊക്കെ ചേഞ്ചസാ? അത് മനസ്സിലായ? ഇനി അതില് ഫിസിക്കൽ ചേഞ്ച് നമുക്ക് പഠിക്കാനില്ല. നമുക്ക് പഠിക്കാനുള്ളത് കെമിക്കൽ ചേഞ്ച് ആണ്. കെമിക്കൽ ചേഞ്ചസിനെ കുറിച്ചിട്ടാണ് പറയുന്നത്. അപ്പൊ നമുക്കിന്ന് ക്ലാസ്സിൽ കുറച്ച് പേര് കുറവുണ്ട്. ഞാൻ തൽക്കാലം ഇവിടെ വെച്ചിട്ട് അവസാനിപ്പിക്കുക ക്ലാസ്. ഞാൻ അവർക്കൊന്നും വിളിച്ചോട്ടെ കേട്ടാ, എന്താ കയറാത്തത് കേട്ടാ. ഓക്കെ. അപ്പൊ എല്ലാവർക്കും ഗുഡ് ബൈ. ഇത് പഠിക്കാൻ നന്നായിട്ട് കേട്ടാ. നാളെ കണക്കായിരിക്കും. നാളെ എന്താ? നാളെ എന്തുട്ടാ? നാളെ ലാംഗ്വേജ്. അപ്പൊ നാളെ നമ്മൾ ലാംഗ്വേജ് എടുക്കും കേട്ടാ. ഓക്കെ.